എക്സാമിന് വേണ്ടിയിട്ടുള്ള നല്ല തകൃതിയായിട്ടുള്ള പ്രിപ്പറേഷൻസിലായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് ചാപ്റ്റേഴ്സ്, എല്ലാ സബ്ജക്റ്റിലും കുറച്ച് ചാപ്റ്റേഴ്സ് നമുക്ക് ഓണം എക്സാമിനായിട്ട് പഠിക്കാനായിട്ടുണ്ട്. സോ നമ്മളുടെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രക്ചർ ഓഫ് ആറ്റം, ഓക്കെ, ആ ഒരു ചാപ്റ്റർ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ. നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലെങ്കിൽ ആറ്റത്തിന്റെ ഘടന എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട, അതായത് ബേസിക് ആയിട്ട് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ അറിയേണ്ട ഒരു കുഞ്ഞു ടോപ്പിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും മേ ബി അറിയുന്നുണ്ടാവും. ഇനി ആരെങ്കിലും അറിയാത്തവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഒരു കുറച്ച് നേരം ഒന്ന് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ പറയാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് മനസ്സിലാവും. സോ നമുക്കറിയാം നമ്മളുടെ ആറ്റം എന്ന് പറയുന്നത് വളരെ ടൈനി ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ ആണ്. എല്ലാ മാറ്ററും അല്ലെങ്കിൽ എല്ലാ ദ്രവ്യവും ഫോം ചെയ്തിട്ടുള്ളത് ഈ ടൈനി പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ആറ്റംസ് വെച്ചാണ് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം അല്ലേ. സോ ഈ ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായത് എന്താണ്, ആറ്റത്തിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ആറ്റം എന്ന് പറയുന്നത് ഇൻഡിവിസിബിൾ ആണ് എന്നൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇൻഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ എന്താ, വിഭജിക്കാൻ കഴിയാത്ത, അതായത് ഇനിയും നമുക്ക് ചെറുതാക്കാൻ പറ്റാത്ത ഒരാളാണ് നമ്മളുടെ ആറ്റം എന്നൊക്കെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന കൺസെപ്റ്റ്. ദെൻ അതിനുശേഷം ഒരുപാട് എക്സ്പെരിമെന്റുകളൊക്കെ വന്നല്ലേ. അപ്പോൾ ഒരുപാട് സയന്റിസ്റ്റുമാരും അവരുടേതായിട്ടുള്ള ഒരുപാട് എക്സ്പെരിമെന്റുകളൊക്കെ വന്നപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ആറ്റത്തിന്റെ ഉള്ളിൽ തന്നെ അതിനേക്കാൾ ചെറിയ കുറച്ച് പാർട്ടിക്കിൾസ് പ്രസന്റ് ആണ്. അപ്പോൾ അവരെയാണ് നമ്മൾ എന്ത് വിളിച്ചിട്ടുണ്ടായിരുന്നത്, സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ആറ്റത്തിനെ നമുക്ക് ഇനിയും ഡിവൈഡ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഉള്ളിൽ ഇനിയും ചെറിയ ചെറിയ കുറച്ച് പാർട്ടിക്കിൾസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പിന്നീട് കണ്ടുപിടിച്ചു. അപ്പോൾ ഏതൊക്കെയാണ് ആ പാർട്ടിക്കിൾസ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഏതൊക്കെയാ പാർട്ടിക്കിൾസ്, ഏതൊക്കെയാണ്? യെസ്, നമ്മുടെ പ്രോട്ടോണും ഇലക്ട്രോണും അതേപോലെ തന്നെ ന്യൂട്രോണുമാണ് നമ്മളുടെ ആ ഒരു പാർട്ടിക്കിൾസ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രോട്ടോണിനെയും ഇലക്ട്രോണിനെയും ന്യൂട്രോണിനെയും കുറിച്ചുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഏറ്റവും ആദ്യം തന്നെ ഇവരുടെ ഓരോരുത്തരുടെയും ചാർജ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കാം അല്ലേ. അപ്പോൾ എന്താണ് ഓരോരുത്തരുടെയും ചാർജ് എന്നൊന്ന് നിങ്ങൾ വേഗം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്, പ്രോട്ടോണിൻ്റെ ചാർജ് എന്താണ്, അതേപോലെ തന്നെ ന്യൂട്രോണിൻ്റെ ചാർജ് എന്താണ്, എന്താണ് വരിക നമുക്കറിയാം. പ്രോട്ടോൺ വെച്ച് നിങ്ങൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ. പ്രോട്ടോൺ എന്ന് പറയുന്നത് പി വെച്ചാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്കറിയാം ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്സ് ഓഫ് ചാർജ് ആണുള്ളത്. പോസിറ്റീവ് ചാർജും ഉണ്ട്, അതേപോലെ തന്നെ എന്താണ്, നെഗറ്റീവ് ആയിട്ടുള്ള ചാർജും ഉണ്ട്. അപ്പോൾ ഒരാൾക്ക് എന്തായാലും പോസിറ്റീവ് ചാർജും ഒരാൾക്ക് നെഗറ്റീവ് ചാർജും ആണ് വരിക എന്നുള്ള കാര്യം നമുക്കറിയാം ആണല്ലോ. സോ പി വെച്ചാണ് നമ്മുടെ പ്രോട്ടോൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. പി വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ചാർജ് ഏതാ, പോസിറ്റീവ് ചാർജ് ആണ് അല്ലേ. അപ്പോൾ ആ പി എന്ന് പറയുന്ന ആ ഒരു ജസ്റ്റ് ലെറ്റേഴ്സ് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ പ്രോട്ടോണിന്റെ ചാർജ് എന്ന് പറയുന്നത് എന്ത് ചാർജ് ആണ്, പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ, പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്, പോസിറ്റീവ്, പി. അതൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്, വേഗം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. യെസ്, നമ്മുടെ ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള ചാർജ് ആണ് അല്ലേ. നെഗറ്റീവ് ചാർജ് ആണ് ആർക്കുള്ളത്, നമ്മുടെ ഇലക്ട്രോണിനുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ന്യൂട്രോണിന്റെ ചാർജ് എന്താ, പോസിറ്റീവ് ചാർജും ഒരാൾക്ക് പോയി, നെഗറ്റീവ് ചാർജും ഒരാൾക്ക് പോയി. അപ്പൊ പിന്നെ നമ്മളുടെ ന്യൂട്രോണിന്റെ ചാർജ് എന്തായിരിക്കും, ഇനി നമുക്ക് കൊടുക്കാൻ ചാർജ് ഇല്ല അല്ലെ. സോ നമ്മളുടെ ന്യൂട്രോൺ എന്ന് പറയുന്ന ആള് ചാർജ് ലെസ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ പേരിനോട് തന്നെ സിമിലർ ആയിട്ട് ഒരു വേർഡ് ഉണ്ട്, ന്യൂട്രൽ എന്ന് പറയാം, ന്യൂട്രൽ. ഓക്കെ, അപ്പൊ 3 പേരുടെയും ചാർജുകൾ ഇപ്പൊ നിങ്ങൾക്ക് സെറ്റ് ആയോ. പ്രോട്ടോൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആണ്, ഇലക്ട്രോൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ ആണ്, ന്യൂട്രോൺ എന്ന് പറയുന്നത് ചാർജ് ലെസ് അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള പാർട്ടിക്കിൾ ആണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ, സെറ്റ് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടിക്കിൾസ് ഒക്കെ ഇനി ആരാണ് കണ്ടുപിടിച്ചതെന്ന് നമുക്കൊന്ന് നോക്കണം അല്ലേ. സോ അത് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്, ഒരു ചെറിയ കോഡ് ഉണ്ട്. ഇവരെ ഓരോരുത്തരെയും കണ്ടുപിടിച്ചത് ആരൊക്കെയാണ് എന്ന് പഠിക്കാനായിട്ട് നമുക്കൊരു കോഡ് ഉണ്ട്. അപ്പൊ എന്താണ്, പെൻ RTC, ഇതാണ് നമ്മുടെ കോഡ്. അപ്പൊ ആദ്യം നമ്മൾ ഒരു ലൈനിൽ പെൻ എന്ന് എഴുതാം, അതിന്റെ തൊട്ട് താഴെയായിട്ട് എന്തെഴുതാ, RTC, ഈ ലെറ്റേഴ്സ് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായി, നമ്മുടെ പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും കണ്ടുപിടിച്ച സയന്റിസ്റ്റുമാരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോയില്ല. ചിലപ്പോൾ നമ്മളോട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട് ചോദിക്കും, പ്രോട്ടോൺ ഇന്ന സയന്റിസ്റ്റ് കണ്ടുപിടിച്ചു, അങ്ങനെയെങ്കിൽ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്, അപ്പൊ അങ്ങനെയൊക്കെ നമ്മളോട് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ സബറ്റോമിക് പാർട്ടിക്കിൾസിനെയും ഡിസ്കവർ ചെയ്തത് ഏത് സയന്റിസ്റ്റ് ആണ് എന്നുള്ള കാര്യം ഉറപ്പായിട്ടും എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇത് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് എഴുതണ്ടേ. നമ്മളുടെ
പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിനോട്ട് ചെയ്യുന്നത് പ്രോട്ടോണിനെയാണ്. അപ്പൊ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആർ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഏതോ സയന്റിസ്റ്റ് ആണ്. ആരാണ്? യെസ്, നമ്മളുടെ റുദർഫോർഡ്. ആരാണ്? റുദർഫോർഡ് ആണ് അല്ലെ. ഇനി ഇ എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ആരായിരിക്കും? നമ്മുടെ ഇലക്ട്രോൺ ആയിരിക്കും. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാ? അപ്പൊ ഇലക്ട്രോൺ കണ്ടുപിടിച്ചിട്ടുള്ളത് ടി എന്ന പേര് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. അതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ കൂടിയുണ്ട്, ജെ എന്നുള്ള ഒരു ഇനീഷ്യൽ. അപ്പോൾ ആരാണ് നമ്മളുടെ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്? ജെ തോംസൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ജെ തോംസൺ. ഓക്കെ, അടുത്തത് ആരാണ്? നമ്മളുടെ എൻ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ന്യൂട്രോൺ ആണ്. സോ നമ്മളുടെ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക്. ഓക്കെ, ചാഡ്വിക് എന്ന് ഓർക്കുക, അല്ലെങ്കിൽ ഫുൾ നെയിം നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. ജെയിംസ് ചാഡ്വിക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ആരെ കണ്ടുപിടിച്ചത്? നമ്മളുടെ ന്യൂട്രോണിനെ ഡിസ്കവർ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇവരെ നിങ്ങൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് വേറെ സയന്റിസ്റ്റ് ആണെന്നൊന്നും എഴുതി വെക്കരുത്. അപ്പൊ അങ്ങനെ മാറിപ്പോവാതിരിക്കാനാണ് നിങ്ങൾക്ക് പെൻ RTG എന്ന് പറയുന്ന ഈ ഒരു കോഡ് വെച്ചിട്ട് എന്ത് ചെയ്യാവുന്നതാണ്? നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താണ്? അപ്പൊ അതെ ഇവരുടെ ഫോട്ടോസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളുടെ ജെ തോംസൺ, ഇത് റുദർഫോർഡ് ആണ്, ഇത് ജെയിംസ് ചാഡ്വിക് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോണും പ്രോട്ടോണും അതേപോലെ തന്നെ ന്യൂട്രോണും ഒക്കെ എവിടെയാണ് ആറ്റത്തിൽ കാണുന്നത് എന്നുള്ള ഒരു കാര്യം എന്ത് ചെയ്യണം? നമ്മളൊന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ആറ്റത്തിൻ്റെ ഉള്ളിൽ ആരുണ്ട്? ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ഒരു ചെറിയ പോസിറ്റീവ് ചാർജുള്ള പാർട്ടായിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം, ആണല്ലോ. അപ്പോൾ നമ്മുടെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ 2 പാർട്ടിക്കിൾസ് ആണ് ഇരിക്കുന്നത്. ആരൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? നമ്മളുടെ പ്രോട്ടോൺസും അതേപോലെ തന്നെ ന്യൂട്രോൺസും എവിടെ ഇരിക്കുന്നത്? ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് പ്രോട്ടോൺസും ന്യൂട്രോൺസും സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോൺസ് എവിടെ ഇരിക്കുന്നത്? നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റും എന്തുണ്ട്? കുറച്ച് സർക്കുലർ പാത്തുകൾ ഉണ്ട് അല്ലെ. ആ സർക്കുലർ പാത്തുകളെയാണ് നമ്മൾ ഓർബിറ്റ്സ് അല്ലെങ്കിൽ ഷെൽസ് എന്നൊക്കെ പറയാറുള്ളത്. അപ്പൊ ആ ഷെല്ലുകളിൽ അല്ലെങ്കിൽ ഓർബിറ്റ്സിലാണ് ആരിയിരിക്കുന്നത്? നമ്മുടെ ഇലക്ട്രോൺസ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഷെൽസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓർബിറ്റ്സ്. അതേപോലെ തന്നെ നമ്മുടെ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഒരുമിച്ച് ഒരു ഗ്യാങ് ആയിട്ടിരിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അവരെ രണ്ടുപേരെയും കളക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഒരുമിച്ച് നമ്മൾ ഒരു പേര് പറയാറുണ്ട്. ന്യൂക്ലിയസിന്റെ ഉള്ളിലിരിക്കുന്ന അല്ലെങ്കിൽ ഉള്ളിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് എന്നുള്ളത് കൊണ്ട് ഇവരെ നമ്മൾ ന്യൂക്ലിയോൺസ് എന്നാണ് വിളിക്കുന്നത്. ഇവരെ നമ്മൾ എന്താ വിളിക്കുക? ന്യൂക്ലിയോൺസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ? നമ്മളുടെ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോണിനെയൊക്കെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് മിസ് ഇപ്പോൾ പറഞ്ഞു തന്നത്. ഇനി ജസ്റ്റ് ഒരു ആറ്റത്തിനെ കൂടി വരച്ചൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്കറിയാം ബേസിക് ആയിട്ട് ഒരു ആറ്റം എങ്ങനെയാണ് ഇരിക്കുന്നത്? അതിനൊരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ആ ന്യൂക്ലിയസിൻ്റെ ചുറ്റും എന്തുണ്ടാവും? കുറച്ച് സർക്കുലാർ ആയിട്ടുള്ള പാത്തുകൾ ഉണ്ടായിരിക്കും. ഈ സർക്കുലാർ പാത്തുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഷെൽസ് അല്ലെങ്കിൽ ഓർബിറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഷെല്ലുകൾക്ക് നമ്മൾ ഓരോ പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ് ആ ഷെല്ലുകളുടെ പേരെന്ന് പറയുന്നത്? KLMNO അങ്ങനെ പോകുന്നതാണ് നമ്മളുടെ ഷെല്ലുകളുടെ പേര്. അപ്പോൾ ഇനി ഈ ഒരു ഷെല്ലുകൾ മാക്സിമം എത്ര ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ എൻ്റെ മക്കൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ഭാഗമാണ് ബുദ്ധിമുട്ടുള്ളത് എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഷോർട്ട് വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് മിസ്സുമാർ തരുന്നതായിരിക്കും. മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക.